നമ്മുടെ ഉമ്മ വഴക്ക് പറയുമ്പോ കേൾക്കാൻ നല്ല രസവാ. തിന്നത്തുമില്ല, ഉറങ്ങത്തുമില്ല, നടക്കുവാ ഇല്ലടാ എന്ന് പറഞ്ഞ് ഇങ്ങനെ വഴക്ക് പറയുമ്പോഴും കേൾക്കാനൊരു സുഖവാ. ജീവിച്ചിരിക്കുമ്പോഴല്ലേ അതിന്റെ വിലയറിയൂ. നമ്മളെ മോനെ എന്ന് വിളിക്കാൻ ലോകത്ത് ആരേ ഉള്ളൂ? ഉമ്മ. പഠിച്ചോ നമ്മുടെ ഉമ്മയുടെ പൊരുത്തം നൽകുമാറാകട്ടെ. എടാ, എല്ലാ ശിക്ഷയും മരണത്തിന് ശേഷമേ ഉള്ളൂ. കള്ളുകുടിക്കുന്നവന് ശിക്ഷ മരണത്തിന് ശേഷം, വ്യഭിചരിച്ചവന് ശിക്ഷ മരണത്തിന് ശേഷം. എടാ, ഏത് തെറ്റ് ചെയ്താലും അതിന്റെ ശിക്ഷ മരണത്തിന് ശേഷമാണ്. പക്ഷെ 3 പാപം ചെയ്യുന്നവന് ഇവിടെ വെച്ച് തന്നെ കിട്ടും. അള്ളാഹു കാക്കുമാറാകട്ടെ. എവിടെ വെച്ച് തന്നെ കിട്ടും? 3 തെറ്റ് ചെയ്ത ശിക്ഷ എവിടുന്ന് കിട്ടും? മരണത്തിന് ശേഷമൊന്നുമല്ല, ഇവിടുന്ന് തന്നെ കിട്ടും. ആ 3 തെറ്റുകളിൽ ഒരു തെറ്റ് ഉമ്മാനെ വേദനിപ്പിക്കല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു പലപ്പോഴും ഞങ്ങളുടെ ഉമ്മാനെയൊക്കെ ഞങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ട്. നീ പുറത്തേരനെ വിടച്ചവൻ, ഉമ്മയ്ക്ക് സങ്കടമൊന്നും ഇല്ലടെ, എന്ത് ചെയ്താലും ഉമ്മ ഇങ്ങനെ ചിരിക്കും. ഉമ്മ ആരെന്നറിയോ? വഴക്ക് പറഞ്ഞ ആർക്കെങ്കിലും ഇഷ്ടമാണോ? നമ്മൾ ആരെങ്കിലും വഴക്ക് പറഞ്ഞ, മോൻ ദേഷ്യപ്പെട്ട നീ ദേഷ്യപ്പെടുന്നോടാന്ന് ചോദിക്കും. ഭാര്യ ദേഷ്യപ്പെട്ട ഭാര്യയോട് തുമ്മ. ആരോട്, ഉസ്താദാകട്ടെ ആരുമാകട്ടെ, ആര് നമ്മളെ വഴക്ക് പറഞ്ഞാലും നമുക്ക് ദേഷ്യം വരും. പക്ഷെ ഒരാള് പറഞ്ഞാൽ നമുക്ക് ചിരി വരും. ആരാത്? നമ്മുടെ ഉമ്മ വഴക്ക് പറയുമ്പോ കേൾക്കാൻ നല്ല രസവാ. തിന്നത്തുമില്ല, ഉറങ്ങത്തുമില്ല, നടക്കുവാ ഇല്ലടാ എന്ന് പറഞ്ഞ് ഇങ്ങനെ വഴക്ക് പറയുമ്പോഴും കേൾക്കാനൊരു സുഖവാ. ജീവിച്ചിരിക്കുമ്പോഴല്ലേ അതിന്റെ വിലയറിയൂ. നമ്മളെ മോനെ എന്ന് വിളിക്കാൻ ലോകത്ത് ആരേ ഉള്ളൂ? ഉമ്മ. നിങ്ങളെ ഇനി ആരും മോനെ എന്ന് വിളിച്ചാലും ഉമ്മ വിളിച്ചതുപോലെ ആവൂല്ലടോ. ഉമ്മ എന്റെ വിളിക്ക് വല്ലാത്തൊരു സന്തോഷവാ.